ഹായ്, അംബിക സോറയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കർക്കിടകത്തിൻ്റെ പ്രത്യേകതയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്നും കർക്കിടകത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അവനവൻ്റെ ആരോഗ്യമാണല്ലോ ഏറ്റവും വലുത് അല്ലേ. നമ്മുടെ ആരോഗ്യം മറ്റൊരാളെല്ലാം സംരക്ഷിക്കുക നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതചര്യയിൽ എന്തെല്ലാം മാറ്റം വരുത്തണം എന്നൊക്കെയാണ് ഞാനിപ്പോൾ പറയുന്നത്. കർക്കിടകം എന്ന് പറയുമ്പോൾ പഞ്ഞമാസമാണ്. പണ്ട് കാലത്തൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പഞ്ഞം എന്ന് പറയാൻ കൂടുതലായിട്ടൊന്നുമില്ല. എന്നാലും ഇപ്പം നല്ല എന്താ പറയുക, കോരിച്ചെരിയുന്ന മഴ ആയതുകൊണ്ട് തന്നെ കൂലിവേലയൊക്കെ ചെയ്യുന്നവർക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത് പഞ്ഞമാസമാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമ്മുടെ പ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ഒരുപോലെ ബലം കുറയുന്ന സമയമാണെന്നല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. കാരണം ദഹന പ്രക്രിയ വളരെയധികം കുറവുള്ള, ദഹനം നടക്കുന്നത് വളരെയധികം കുറവുള്ളൊരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണക്രമത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദ ചര്യപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ആയുസ്സും ആരോഗ്യം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്ന സമയം നമ്മൾ ജൂലൈ ആഗസ്റ്റ് സമയം അല്ലേ, മാസങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ദഹന പ്രക്രിയ വളരെയധികം കുറയുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന അരിയാഹാരമാണല്ലോ നമ്മൾ കൂടുതലായിട്ടും കഴിക്കണത് അല്ലേ. അപ്പോൾ അരിയാഹാരത്തിൻ്റെ അളവിന് കുറച്ചിട്ട് അവിടെ ഗോതമ്പ്, മറ്റ് ചെറിയ ചെറിയ ധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ദഹനം എളുപ്പത്തിൽ നടക്കും. ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയിട്ട്, രോഗപ്രതിരോധ ശേഷി ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ കരുതലോട് കൂടിയിട്ട് നമ്മളെ ശരീരത്തെ സംരക്ഷിക്കുന്നൊരു കാലമാണിത്. ഒഴിച്ചിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പറമ്പിലും മറ്റും കാണുന്ന ഇലകൾ ഏറ്റവും നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളമാണെന്ന് എത്ര പറഞ്ഞാലും തീരാത്തത്ര ഫലമാണ് ഇലകൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ പത്തിലക്കറി എന്ന് പറയുന്നൊരു സംഭവം എല്ലാവരും പറയുന്നുണ്ടല്ലേ. പത്തിലകൾ നമ്മുടെ പറമ്പിൽ ചേമ്പ്, ചേന, ചീര അല്ലേ. ചീര നമ്മൾ കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പലർക്കും ചീര എന്താ പറയുക, യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്ക് ചീരയൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയും. എങ്കിലും നമ്മൾ പത്തിലക്കറി എന്ന് പറയുന്ന താള്, തകര അല്ലേ, തഴുതാമ പോലുള്ള 10 ഇലകൾ കൊണ്ട് തോരനും മറ്റ് പറയുക അനേകം പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നൊരു സമയമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ 10 ഇലകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വരുന്ന വീഡിയോകളിൽ ഞാൻ കൂടുതലായിട്ടും പറയുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ സമയത്ത് കർക്കിടക മാസത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഔഷധങ്ങൾ സേവിക്കുന്നത് നല്ലതാണ്, പഞ്ചകർമ്മ ചെയ്യുന്നത് നല്ലതാണ്. ഈ സമയത്ത് നമ്മൾ മറ്റൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ വീടും പരിസരവും വളരെയധികം ശുചിത്വത്തോടു കൂടി കൊണ്ട് നടക്കണം. കാരണം ഏറ്റവും വളരെ വേഗത്തിൽ രോഗങ്ങൾ നമ്മളെ കടന്നാക്രമിക്കുന്നൊരു കാലമാണിത്. നമ്മുടെ ശരീരത്തിന് ബലം കുറഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ സാംക്രമിക രോഗങ്ങൾ നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ പടർന്ന് കയറുന്നൊരു സമയമാണ്. അതുകൊണ്ട് ശുചിത്വം അനിവാര്യമാണ്. അതുപോലെ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ എന്ത് ചെയ്യണം, ശുചിത്വത്തോട് കൂടിയിട്ട് കൊണ്ട് നടക്കണം. വീടും പരിസരവും മാത്രമല്ല നമ്മുടെ ശരീരത്തെയും നമ്മൾ എന്ത് ചെയ്യണം, ശുചിത്വത്തോട് കൂടിയിട്ട് കൊണ്ട് നടക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ നമ്മൾ ദിവസവും എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ അതിൽ പരം ശരീരത്തിന് ഗുണം നൽകുന്ന വേറെ ഒന്നുമില്ല. ഏറ്റവും കൂടുതലായിട്ട് എണ്ണ തേച്ചുള്ള കുളി വളരെ നല്ലതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നൻ തുടങ്ങിയവരുടെ അമ്പലങ്ങളിൽ ദർശിക്കാൻ പോവുക എന്ന് പറയുന്നത് പുണ്യമായിട്ടാണ് നമ്മുടെ കേരളീയർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം നമ്മുടെ ഈ ഒരു മാസത്തിൽ നേടിയെടുക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനസ്സിന് ധൈര്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. കാരണം ചെറിയ ചെറിയ തട്ടുകളും മുട്ടുകളും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ചെറിയ നൊമ്പരങ്ങൾ പോലും സഹിക്കാൻ പറ്റാത്തൊരു സമയമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വീടുകളിലൊക്കെ നാമജപങ്ങളും രാമായണ പാരായണവും നാരായണീയം വായിക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ദശപുഷ്പം ചൂടുന്നതും ഈ ഒരു സമയത്താണ്. ദശപുഷ്പത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ 10 ഇലകളെക്കുറിച്ചുള്ള വീഡിയോകളും ഈ മാസത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും ഭക്ഷണവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക. ഓക്കെ, ബൈ.